നമസ്കാരം. കാഞ്ഞങ്ങാട് സഞ്ജീവനി ആശുപത്രിയിലെ സമരം ഒരാഴ്ച പിന്നിടുമ്പോഴും മാനേജ്മെന്റ് കടുംപിടുത്തം തുടരുന്നു. നിയമവ്യവസ്ഥയും തൊഴിൽ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടും പണത്തിന്റെ ഹുങ്ക് തീർക്കുകയാണ് സഞ്ജീവനി മാനേജ്മെന്റ് എന്നാണ് ആശുപത്രിയിൽ സമരം ചെയ്യുന്ന നഴ്സുമാരുടെ അഭിപ്രായം. നിയമപരമല്ലാത്ത അപ്പോയിന്റ്മെന്റ് ലെറ്റർ നിർബന്ധപൂർവം 5 വർഷത്തോളം അവിടെ ജോലി ചെയ്തിരുന്ന ജീവനക്കാർക്ക് നൽകുകയും എന്നാൽ തങ്ങളുടെ 5 വർഷത്തെ സർവീസ് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒപ്പിടാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ 6 ജീവനക്കാർക്ക് തൊഴിൽ നിഷേധിക്കുകയാണ് ആശുപത്രി ചെയ്തത്. ഇതോടെയാണ് ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമരം തുടങ്ങിയത്. ആശുപത്രി മാനേജ്മെന്റ് ഹൈക്കോടതിയിൽ തെറ്റായ വിവരങ്ങൾ നൽകി പോലീസ് സംരക്ഷണം നേടിയിരുന്നു. എന്നാൽ സംഘടനാ സത്യാവസ്ഥ കോടതിയെ ബോധിപ്പിക്കുകയും രേഖകൾ സമർപ്പിക്കുകയും ചെയ്തപ്പോൾ സ്റ്റാറ്റസ് കോ നിലനിർത്തിക്കൊണ്ട് തൊഴിലാളികൾക്ക് ജോലി നിഷേധിക്കരുതെന്നും കോടതി ഉത്തരവ് ഉണ്ടാവുകയും ചെയ്തിരുന്നു. കോടതി ഉത്തരവ് വന്നതിന് ശേഷം 2 തവണ ഹൈക്കോടതിയിൽ കേസ് വിളിച്ചിട്ടും സമരം നീട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി കോടതി ആവശ്യപ്പെട്ട രേഖകൾ സമർപ്പിക്കാൻ മാനേജ്മെന്റ് സമയം നീട്ടി ചോദിക്കുകയായിരുന്നു. ഉടമസ്ഥാവകാശം ഒരേ വ്യക്തികളിൽ നിലനിൽക്കുമ്പോൾ തന്നെ ട്രസ്റ്റിൽ നിന്ന് പ്രൈവറ്റ് കമ്പനിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന വിചിത്രവാദവുമായാണ് മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്നത്. ആശുപത്രിയിൽ ഡോക്ടറോടും രോഗികളോടും അക്രമം കാണിച്ചു എന്ന വ്യാജ പരാതിയാണ് മാനേജ്മെന്റ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. എന്നാൽ ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവുമായി ജോലിയിൽ പ്രവേശിക്കാൻ വന്ന നഴ്സുമാരോട് മാനേജ്മെന്റ് ഗുണ്ടകളെ വെച്ചുകൊണ്ട് വധഭീഷണിയും അശ്ലീല ചുവയോടുകൂടി സംസാരിക്കുന്ന നിലപാടുമാണ് സ്വീകരിച്ചത്. ആശുപത്രിയിലെ നിരീക്ഷണ ക്യാമറ പരിശോധിച്ചാൽ അക്രമികളുടെ ദൃശ്യങ്ങൾ ലഭ്യമാക്കുന്നതാണ്. ഈ വിഷയവുമായി പോലീസിൽ പരാതി നൽകിയിട്ടും പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ് നഴ്സിംഗ് ഭാരവാഹികൾ പറയുന്നത്. സമരത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് സംഘടനാ ജില്ലാ ലേബർ ഓഫീസർ മുൻപാകെ 3 തവണയും കോഴിക്കോട് റീജിയണൽ ലേബർ കമ്മീഷൻ മുൻപാകെ 2 തവണയും ചർച്ച നടത്തിയിട്ടും നിയമവിരുദ്ധ നിലപാടാണ് മാനേജ്മെന്റ് സ്വീകരിച്ചത്. ഈ വിഷയത്തിനെതിരെ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഹൈക്കോടതിയുടെ ഉത്തരവും ഉണ്ടായിരുന്നിട്ട് പോലും നഴ്സുമാർക്കെതിരെ മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന മാനേജ്മെന്റ് ഈ നിലപാടിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ വനിതാ ജീവനക്കാർക്കെതിരെയുള്ള ഈ ചൂഷണത്തിനെതിരെയും സമരത്തിനെതിരെ നുണപ്രചാരണം നടത്തുന്നതിനെതിരെയും വനിതാ കമ്മീഷനിലും പരാതി നൽകിയിരുന്നു. ഇതിന് പുറമെ കോടതിയലക്ഷ്യ കേസുമായി ആശുപത്രി ഉടമ രവി കുളങ്ങരക്കെതിരെയും നാരായൺ കുളങ്ങരക്കെതിരെയും നഴ്സിംഗ് സൂപ്രണ്ടിനെതിരെയും അഡ്മിനിസ്ട്രേറ്റർക്കെതിരെയും കോടതിയെ സമീപിക്കുമെന്നും നഴ്സിംഗ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമരം ചെയ്യുന്ന നഴ്സുമാർക്കെതിരെ മാനേജ്മെന്റ് ഭീഷണിക്ക് വഴങ്ങിയാണ് ഒരു കൂട്ടം ജീവനക്കാർ പത്രസമ്മേളനം വിളിച്ചതെന്നും ഇവർ പറഞ്ഞു. എന്നാൽ ആ ജീവനക്കാർക്ക് പോലും മിനിമം വേതനമോ ESI PF ആനുകൂല്യമോ നൽകിയിട്ടില്ല. നിയമവിരുദ്ധമായ അപ്പോയിന്റ്മെന്റ് ലെറ്ററിൽ മാനേജ്മെന്റ് ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ടാണ് അവർ ഒപ്പുവെച്ചത്. പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത നഴ്സുമാരെന്ന് അവകാശപ്പെടുന്ന ജീവനക്കാർ വ്യാജന്മാരാണെന്നും രോഗികൾക്ക് പരിചരണം നൽകാൻ അധികാരമില്ലാത്തവരുമാണെന്നും ഇവർ പറയുന്നു. രോഗികളുടെ ജീവൻ വെച്ച് പന്താടുന്ന വ്യാജ നഴ്സുമാർക്കെതിരെ പോലീസിലും DMOയ്ക്കും ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ പരാതി നൽകി. ഇവർക്കെതിരെ ആൾമാറാട്ടത്തിന് കേസ് കൊടുക്കാനും സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി നിയമപരമായി സ്വീകരിക്കേണ്ട നടപടികളെല്ലാം സംഘടന സ്വീകരിച്ചു വരികയാണ്. അടുത്ത ഘട്ടത്തിൽ വിവിധ രാഷ്ട്രീയ സാമുദായിക സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സംയുക്ത സമരസഹായ സമിതി രൂപീകരിക്കാനും സമരസമിതിയുടെ ആദ്യ യോഗം കാഞ്ഞങ്ങാട് വെച്ച് വ്യാഴാഴ്ച ചേരുവാനും തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശനിയാഴ്ച മാവുങ്കാലിൽ നിന്നും ആശുപത്രിയിലേക്ക് 1000ഓളം നഴ്സുമാരെ പങ്കെടുപ്പിച്ച് മാർച്ചും ധർണയും സംഘടിപ്പിക്കാനും സംഘടന തീരുമാനിച്ചു. മാനേജ്മെന്റ് ന്യായമായ അവകാശങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം ഹോസ്പിറ്റൽ ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി സംഘടന മുന്നോട്ട് പോകുവാനും തീരുമാനിച്ചു. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.